ഇന്ന് മിക്ക ആളുകളും പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പഴയ മൊബൈലത്തെ ഡാറ്റകളൊക്കെ പുതിയൊരു ഫോണിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത്. എല്ലാ മൊബൈൽ കമ്പനികളും അവരുടേതായ ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിലും മിക്ക ആളുകളും അതൊന്നും ഉപയോഗിക്കാതെ ഷെയറിറ്റി, സാപ്പിയ, എക്സെൻട്രി പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്യലാണ് പതിവ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഡാറ്റകളും നമുക്ക് ലഭിക്കാറില്ല. വെറും ഫോട്ടോസും വീഡിയോസും മാത്രമാണ് നമുക്ക് ലഭിക്കാറുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു പുതിയൊരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പഴയ മൊബൈലത്തെ ഡാറ്റകളൊക്കെ എങ്ങനെ പരിപൂർണമായിട്ട് അതേപടി പുതിയ ഫോണിലേക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത്. കൂടാതെ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ പഴയ ഫോൺ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ട്രിക്കും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയ വിവരം ഞാൻ നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നതോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം ഈ ഒരു ഫോൺ എൻ്റെ പഴയ ഫോണാണ്, ഇത് പുതിയൊരു ഫോണാണ്. ഈ ഒരു ഫോണിലേക്ക് ഞാൻ എങ്ങനെ ഡാറ്റ കംപ്ലീറ്റ് കോപ്പി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മളെ ഫോണ് സാംസങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്മാർട്ട് സ്വിച്ച് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നമ്മളെ ഫോണിൽ സാധാരണഗതിയിൽ പുതിയ വരുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് പോയി ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ചില ഫോണിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നല്ലാതെ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളെ ഫോൺ ഹുവായി ആണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ഫോൺ ക്ലോൺ എന്നാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അങ്ങനെ ഓരോ കമ്പനിക്കും അവരുടേതായ ഒരു ആപ്ലിക്കേഷൻ അതിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണോ നോക്കിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ഓപ്പൺ ആക്കുക. ഞാൻ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു മെത്തേഡ് തന്നെ എല്ലാ ഫോണിനും ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം രണ്ട് ഫോണും ഇതുപോലെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഫോണുകളിലും ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ആക്കുക. ഇനിയിപ്പോൾ രണ്ട് ഫോണും സാംസങ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ഫോൺ ഹുവായി ആയാലും ഒരു ഫോൺ സാംസങ് ആയാലും നമ്മൾ പുതിയ ഫോൺ ഏതാണോ കമ്പനി, ആ ഒരു കമ്പനീൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിടേണ്ടത്. ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മളോട് പെർമിഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അലോ കൊടുക്കുക. ഇവിടെ എഗ്രിയാണ് കൊടുക്കാൻ പറയുന്നത്. നമ്മൾ അലോ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോണിലും. ഇപ്പോൾ റിസീവ് ചെയ്യേണ്ട ഫോൺ ഇതായതുകൊണ്ട് നമ്മളതിൽ റിസീവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്യേണ്ട ഫോൺ ഇതായതുകൊണ്ട് നമ്മൾ സെൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെ പുതിയ ഫോൺ ഏതാണ്, നമ്മളെ പഴയ ഫോൺ ഏതാണ്, ആൻഡ്രോയിഡ് ആണോ, അതുപോലെ ഗാലക്സി ആണോ, അതുപോലെ ഐഫോൺ ആണോ, അല്ലെങ്കിൽ വിൻഡോസ് ആണോ, നമ്മളോട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഡാറ്റകൾ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആണ്, അതുപോലെ തന്നെ ഗാലക്സി ആണ്, രണ്ടും ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഈ മേലത്തേൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വയർ വഴിയാണോ വിതൗൺ വയറാണോ വയറില്ലാതെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വയറില്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വയർലെസ് ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ വീട്ടിൽ വൈഫൈ നിർബന്ധമൊന്നുമില്ല. അപ്പം ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, വയർലെസ് വൈഫൈൻ്റെ ചിഹ്നമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വൈഫൈ നിർബന്ധമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ വയർലെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം മറ്റേ ഫോണിലും വയർലെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ രണ്ട് ഫോണുകളും തമ്മിൽ കണക്റ്റ് ആവും. നമ്മൾ അലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ഡാറ്റ വലിക്കാനുള്ള പെർമിഷനാണ് നമ്മൾ അതോടുകൂടി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നിശ്ചിത സമയം വെയിറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫോണിലുള്ള എല്ലാ ഡാറ്റയും കോപ്പി ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ തന്നെ കാണുന്നുണ്ട് എന്തൊക്കെ ഡാറ്റകളാണ് കോപ്പി ചെയ്യുക എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി കാർഡിലുള്ള ഡാറ്റ കോപ്പി ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം മെമ്മറി കാർഡിലുള്ള ഡാറ്റ സെലക്ട് ചെയ്യണില്ല, കാരണം മെമ്മറി കാർഡിലുള്ള ഡാറ്റ എനിക്ക് ആവശ്യമില്ല. കാരണം മെമ്മറി കാർഡ് തന്നെ നേരിട്ട് നമുക്ക് ഇതിൽ അയച്ചു കൊടുത്താൽ മതി. ചില ഫോണുകളിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനത്തെ ഫോണുകളിലാണ് നമ്മൾ മെമ്മറി കാർഡും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ പഴയ ഫോണിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ ഫോണിൽ ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവുമ്പോഴും നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മളെ ഫോണിലുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ച് സമയമെടുക്കും. ഇതിലിപ്പോൾ ഇവിടെ 10 മിനിറ്റാണ് കാണിക്കുന്നത്. ഞാൻ ഈ 10 മിനിറ്റ് തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പുതിയൊരു ഫോണിലേക്ക് അധികം സമയമൊന്നും മടപ്പം വേണ്ടില്ല. എത്രയോ GB ഉണ്ട്, എന്നിട്ട് പോലും ഇവിടെ 9 മിനിറ്റാണ് കാണിച്ചിട്ടുള്ളൂ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയും നമുക്ക് പുതിയ ഫോണിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പല ആളുകളും ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഫോൺ ആദ്യം ഓണാക്കിയതിന് ശേഷം സാപ്പിയോ ഷെയറിറ്റോ അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് വാട്സാപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡാറ്റകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഒരിക്കലും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ കിട്ടില്ല. വാട്സാപ്പിൻ്റെ ഡാറ്റകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ട്രിക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് ട്രിക്കൊന്നല്ല, വാട്സാപ്പിനെ കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ ആ കംപ്ലീറ്റ് ഡാറ്റകളെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പുതിയ ഫോണിലേക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ 11% നമ്മളെ കോൺടാക്റ്റുകൾ കംപ്ലീറ്റ് കോപ്പിയായി, അതുപോലെ തന്നെ മെസ്സേജുകൾ കംപ്ലീറ്റ് കോപ്പിയായി, ഇപ്പോൾ കലണ്ടർ, ക്ലോക്ക് ഇതെല്ലാം കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ തീരണ വരെ വീണ്ടും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് അടിച്ച് മറ്റു ആപ്ലിക്കേഷനിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുകയൊന്നും ചെയ്യരുത്. കാരണം ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമാണ് ചില ഫോണിലൊക്കെ ബാക്ക് അടിക്കുന്നതോട് കൂടി തന്നെ അത് കംപ്ലീറ്റ് പിന്നെ റിജക്റ്റ് ആയി പോകും. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ബാക്ക് അടിച്ചിട്ടൊന്നും പോകരുത്. നമ്മളെ കോപ്പി ആയാലും ഇപ്പോൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം 1% കൂടെ ഉള്ളൂ. 1 മിനിറ്റ് ലെഫ്റ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിത് അതായത് ഇവിടെ ലാസ്റ്റത്തെ ഡോക്യുമെൻറ്റ് ഇവിടെ കോപ്പി ആയതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് ഓണാക്കിയിട്ട് നോക്കി നോക്കാം ബാക്കി വാട്സാപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതും. പിന്നെ അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഞാൻ പറഞ്ഞത് നേരത്തെ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടെന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു കോഡുണ്ട്. ആ ഒരു കോഡും കൂടിയും കാണിച്ചു തന്നിട്ട് ഞാൻ എങ്ങനെ ഇത് ചെക്ക് ചെയ്യാമെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഏതായാലും ഇതൊന്ന് തീരട്ടെ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. നമ്മളിവിടെ ക്ലോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ നമ്മൾ ഗോ ടു ഹോം സ്ക്രീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കോപ്പി ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. കാരണം ഇപ്പോൾ എല്ലാ ഡാറ്റകളും കോപ്പി ആയിട്ടുണ്ട്. നമ്മളെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മളെ ഫോണിൽ ചെയ്യേണ്ട ഇത് പറഞ്ഞാൽ പഴയ ഫോണിൽ നമ്മൾ പഴയ വാട്സാപ്പ് ഡാറ്റകളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിലല്ല, നമ്മളെ ഫോണിൽ ആദ്യം വാട്സാപ്പ് നമ്മൾ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് വാട്സാപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ബാക്കപ്പ് എന്ന് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ ലാസ്റ്റ് നമ്മൾ ബാക്കപ്പ് ആയ സമയം കിട്ടും. പക്ഷേ നമുക്ക് ഇത്ര നേരം വരെയുള്ള ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കപ്പ് എന്നുള്ളതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് 27%, 28% പെട്ടെന്ന് ബാക്കപ്പ് ആകും. അത് നമ്മളെ ലോക്കൽ സ്റ്റോറേജിലേക്കാണ് ഇപ്പം ബാക്കപ്പ് ആവുന്നത്. അതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ഗൂഗിൾ ഡ്രൈവിലേക്കും കൂടി ബാക്കപ്പ് ആവും. ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇപ്പം ബാക്കപ്പ് ആയിട്ടില്ല. അതിന് കാരണം ഇവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് നമ്മൾ വൈഫൈ ഒന്നും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ വൈഫൈ കണക്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ബാക്കപ്പ് അടിച്ചു കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഫോണിലും വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലും വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കട്ടെ. വൈഫൈ തന്നെ വേണമെന്നുണ്ടില്ല, നമ്മളെ അടുത്ത് മൊബൈൽ ഡാറ്റ ഉണ്ടായാലും മതി. ഞാനിവിടെ വൈഫൈ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വൈഫൈ കണക്ട് ചെയ്യണമെന്നുള്ളൂ. വൈഫൈൻ്റെ നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഇപ്പം ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ആവുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ പ്രിപ്പയറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ആവും. ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് തന്നെ ഓരോ ദിവസവും ബാക്കപ്പ് ഡെയിലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓരോ ദിവസവും രാത്രി 2 മണിക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവും. അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ പുതിയ ഫോണിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കോപ്പി ചെയ്താൽ പോലും നമ്മളെ പുതിയ ഫോണിൽ വാട്സാപ്പ് ലോഡായിട്ടുണ്ടാവില്ല. അപ്പോൾ വാട്സാപ്പ് നമ്മൾ രണ്ടാമത് ലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്സാപ്പ് ആദ്യം ഒന്ന് ലോഡ് ചെയ്യാം. വാട്സാപ്പ് ഇതിൽ ഓട്ടോമാറ്റിക്കലി ലോഡായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൽ നമ്മൾ പോളിസ്റ്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും പഴയ ഫോണിലുള്ള പോളിസ്റ്ററി, അതുപോലെ തന്നെ പഴയ ഫോണിലുള്ള കോണ്ടാക്റ്റ് കംപ്ലീറ്റ്ലി, അതായത് നമുക്ക് പറയാൻ പറ്റുക പ്രത്യേകിച്ച് നമ്മളെ ഫോട്ടോസിൻ്റെ മുമ്പ് നമുക്കായിട്ട് മെസ്സേജസ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫോണിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വാട്സാപ്പ് നമ്മൾ നമ്പർ വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യൽ നിർബന്ധമാണ് രണ്ടാമത്. അതുകൊണ്ട് ഞാൻ വാട്സാപ്പിൻ്റെ നമ്പർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ഈ ഒരു ഫോണിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. അതുകൊണ്ട് ഈ ഫോൺ ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്.
ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഇവിടെ ഗൂഗിൾ ഡ്രൈവിൽ ഇത്ര MB ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ റീസ്റ്റോർ എന്നുള്ളതിൽ നിർബന്ധമായിട്ട് പഠിക്കണം. നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളെ മൊബൈലിലെ നമ്മളെ വാട്സാപ്പിലെ മെസ്സേജുകൾ റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് 12,822 മെസ്സേജുകൾ റീസ്റ്റോറായി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് പേരും കൊടുക്കാം. ഞാൻ തൽക്കാലം ഇവിടെ ഷിനാസ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ SH എന്ന് കൊടുക്കണമെന്ന് തൽക്കാലം. അതിനുശേഷം നമ്മളിതുപോലെ കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നമ്മളെ ഫോണിലുള്ള കംപ്ലീറ്റ് മെസ്സേജ് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പിലുള്ള കോൺടാക്റ്റ് എല്ലാം നമുക്ക് ഒന്നും ഇല്ലാതെ വിടാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അവസാനം വന്ന മെസ്സേജുകളൊക്കെ നമുക്ക് റീസ്റ്റോർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വാട്സാപ്പ് ഇതൊരു സെക്കൻഡ് ഫോൺ ആയതുകൊണ്ട് നമുക്കിതിൽ പെട്ടെന്ന് നമ്മൾ ഓരോ ഫംഗ്ഷനുകൾ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആ ഫോണിന് എന്തൊക്കെ കംപ്ലൈൻറ്റുകളുണ്ടോ, എന്തൊക്കെ ഹാർഡ്വെയർ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ കാണിക്കുകയാണ്. ഈ ഒരു കോഡ് ചില ആളുകൾക്കൊക്കെ അറിയാം, എന്നാലും കൂടുതൽ ആളുകൾക്ക് ഈ ഒരു കോഡ് അറിയില്ല. നമുക്ക് ഇത് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയും കൂടി ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ പല ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഹാർഡ്വെയർ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കൂടുതലും. അപ്പോൾ ഒന്നാമത്തേതായിട്ടുള്ളത് നമ്മൾക്കറിയാം 3 കളറുകൾ കൂടിയതാണ് നമ്മൾ ഡിസ്പ്ലേയിൽ വരുന്ന കളറുകൾ എന്നുള്ളത്. റെഡ്, ഗ്രീന്, ബ്ലൂ എന്നുള്ള 3 കളറുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളറുകൾ. അതുകൊണ്ട് നമ്മൾ ആദ്യം റെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് റെഡ് വരുന്നുണ്ടോ നോക്കുക. ഇത് കറക്റ്റ് റെഡ് തന്നെയാണ് വരുന്നത്. നമ്മളെ ക്യാമറേൻ്റെ ചെറിയൊരു ക്ലിയർ കുറവുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് കാണിക്കാത്തത്. പിന്നെ പച്ച അതേമാതിരി തന്നെ വർക്ക് ചെയ്യേണ്ടോ നോക്കുക. അതുപോലെ തന്നെ ബ്ലൂ അതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്പ്ലേ ക്ലിയർ ആണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് റിസീവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്പീക്കർ വർക്ക് ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ വൈബ്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ വൈബ്രേറ്റിംഗ് വർക്ക് ചെയ്യേണ്ടോ നോക്കുക. പിന്നെ നമുക്കുള്ളത് മെഗാ ക്യാമാണ്. നമ്മളെ ബാക്ക് ക്യാമറ എത്രത്തോളം വർക്ക് ചെയ്യേണ്ടത് നമുക്കറിയാം. 3 ക്യാമറ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ക്യാമറ വർക്ക് ചെയ്യേണ്ടതുള്ളത് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. വിത്ത് ഫ്ലാഷാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്യാമറ, അതായത് അൾട്രാ വൈഡാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും വർക്ക് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നും കൂടി ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഡെപ്ത് സെൻസർ വർക്ക് ചെയ്യണ്ടോ എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് 3 വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇതുമെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഇതിലുള്ളത് മറ്റ് പല ഓപ്ഷനുകളുണ്ട്. ഇതിൽ ടച്ച് ചെക്ക് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും ഇതിലെടുത്താണ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ഇതൊക്കെ പാടെ നമ്മൾ നീട്ടി പരത്തി വരുമ്പോൾ ഇതിന് സമയമെടുക്കും. കാരണം ഈ ഒരു ഓപ്ഷൻ എടുത്തോടു കൂടി തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ബാക്ക് പോകാനുള്ളൂ. അപ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷനുകളും അതിൻ്റെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് ഒറ്റ ബട്ടണിൽ, അതായത് ഈ 0 #0# എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ സബ് കീ എന്ന് പറഞ്ഞാൽ ഈ ഒരു കീ ഇതുപോലെ വർക്ക് ചെയ്യണ്ടോ നോക്കാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ 3 കീയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതിന് ഓരോന്നിനും ഓരോ ഓപ്ഷൻ എടുത്ത് ഇങ്ങനെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിതൊക്കെ നോക്കാം. ഇതേമാതിരി ക്യാമറ ഉണ്ടോ, ഇത് സ്പീക്കർ. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.